ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് മധുരം ജീവാമൃത ബിന്ദു. ലാൽ, വിനയ് ഫോർട്ട്, ബേസിൽ ജോസഫ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷംസു സൈബ, അപ്പു എൻ ഭട്ടത്തിരി, പ്രിൻസ് ജോയ് ആൻഡ് ജനിത് കാച്ചപ്പള്ളി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത മൂവിയാണ് മധുരം ജീവാമൃത ബിന്ദു. ഒക്ടോബർ 31 മുതൽ സൈന പ്ലേയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹോളി ഗോസ്റ്റ്. സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ഹൊറർ ഫിലിമാണ് ഹോളി ഗോസ്റ്റ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഒക്ടോബർ 22 മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തായ് സീരീസാണ് സോം വൈവർ. ഒരു ഹൊറർ സീരീസാണ് സോം വൈവർ. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 31 മുതൽ ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് തമ്മ. ആദിത്യ സർപോർത്ത സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഹൊറർ മൂവിയാണ് തമ്മ. മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാം ചിത്രമാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസിന്റെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് മറിയ. സായ് ശ്രീ പ്രഭാകരനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹരി കെ സുധൻ സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മറിയ. സിംപ്ലി സൗത്ത് ആണ് ഇതിന്റെ കമ്മിങ് സോൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് സീ ഓഫ് ലവ് അഥവാ കടലോളം സ്നേഹം. ദിൽഷ പ്രസന്നൻ, ജിബ്നു ജേക്കബ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സായ് കൃഷ്ണ സംവിധാനം ചെയ്ത മൂവിയാണ് സീ ഓഫ് ലവ് അഥവാ കടലോളം സ്നേഹം. മനോരമ ഒക്ടോബർ 24 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും ഒഹഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമ അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നവംബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനവും സംവിധാനവും നിർവഹിച്ച ഒരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം സീരീസാണ് കപ്ലിംഗ്. സർജാനോ ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസാണ് കപ്ലിംഗ്. മനോരമ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനവും നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം സീരീസാണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസാണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 24 റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. നസ്രിയ നാസിം നാസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂര്യപ്രതാപ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. സോണി ലിവിലൂടെ നവംബർ 6 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ശക്തി തിരുമകൻ. വിജയ് ആന്റണിയെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ പ്രഭു സംവിധാനം ചെയ്തൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ശക്തി തിരുമകൻ. ഒക്ടോബർ 24 OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഇഡ്ലിക്കടൈ. ധനുഷ്, സത്യരാജ്, നിത്യമേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ധനുഷ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഫാമിലി മൂവിയാണ് ഇഡ്ലിക്കടൈ. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 29 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് പരം സുന്ദരി. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പരം സുന്ദരി. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ദേ കോൾ ഹിം ഓജി. സുജീത് രചനയും സംവിധാനം നിർവഹിച്ച ഈ മൂവി ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് മെഗൻ 2.0. ജെറാർഡ് ജോൺസ്റ്റോൺ എഴുതി സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണ് മെഗൻ 2.0. 2022 ഇറങ്ങിയ മെഗൻ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണ് മെഗൻ 2.0. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 27 ഇത് OTTയിൽ റിലീസ് ചെയ്യും. മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ അടുത്തുതന്നെ റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നോബിൾ ബാബു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാഖ് സുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ എന്നിവ നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കരം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ സോണി ലിവ് എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വീക്കോടെ ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലിവിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ സീരീസാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 27 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് എ ഹൗസ് ഓഫ് ഡൈനാമൈറ്റ്.
ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമാണ് എ ഹൗസ് ഓഫ് ഡൈനാമൈറ്റ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനം ചെയ്ത് ഋഷഭ് ഷെട്ടി, ജയറാം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഇതിഹാസ കാലഘട്ടത്തിലെ പുരാണ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കാന്താര ചാപ്റ്റർ 1. 125 കോടിക്ക് ആമസോൺ പ്രൈം ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 30 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഹിന്ദി മൂവിയാണ്. ബാരാമുള്ള, മാനവ് കോൾ, ഭാഷാ അസംബ്ലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. ആദിത്യ സുഹാസ് ജാംബലെ സംവിധാനം ചെയ്തൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ബാരാമുള്ള. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 7 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വിഷ്യസ്. ബ്രയൻ ബട്ടൺ സംവിധാനം ചെയ്തൊരു ഹൊറർ മൂവിയാണ് വിഷ്യസ്. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 22 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് കമ്പാനിയൻ. ഡ്രൂ ഹാൻകോക്ക് ആദ്യമായി സംവിധാനം ചെയ്തൊരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമാണ് കമ്പാനിയൻ. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി വാസ്റ്റ് ലെവൽ 2. കൃഷ്ണദേവ് യാത്നിക് രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഗുജറാത്തി ഭാഷയിലെ അമാനുഷിക മനഃശാസ്ത്രപരമായ ഹൊറർ ചിത്രമാണ് വാസ്റ്റ് ലെവൽ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഗുജറാത്തി, ഹിന്ദി ഭാഷകളിൽ ഒക്ടോബർ 22 അത് OTT റിലീസ് ചെയ്യും.